ഓസ്ട്രേലിയക്കെതിരെ മൂന്നാം T20 മത്സരത്തിനുള്ള ടീമിൽ നിന്ന് സഞ്ജു സാംസണെ മാറ്റി പകരം ജിതേഷ് ശർമ്മയെ ഇന്ത്യ കളിപ്പിച്ചിരുന്നു. തുടർച്ചയായി അവസരം ലഭിച്ചിരുന്ന സഞ്ജു ടീമിലെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി തുടരുന്നതിനിടയിലാണ് ജിതേഷിന് അവസരം ലഭിച്ചത്. സഞ്ജുവിന് പകരം ലഭിച്ച അവസരം ജിതേഷ് മുതലാക്കി. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ജിതേഷ് ഇന്ത്യൻ ടീം വിജയിക്കുന്നതുവരെ ക്രീസിൽ തുടർന്നു. മധ്യനിരയിൽ തന്നെ വിശ്വസിക്കാമെന്ന സൂചനയാണ് ജിതേഷ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഇതോടെ നൽകിയത്. ഇതോടെ നാലാം T20യിൽ സഞ്ജു തിരിച്ചെത്തുമോ എന്ന ചോദ്യമാണ് ആരാധകരിൽ പലരും ഉയർത്തുന്നത്. സഞ്ജുവിന് ഇനി പരമ്പരയിൽ കളിക്കാൻ അവസരം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആളുകൾ ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ടീമിലെത്തിയ താരങ്ങളെല്ലാം കഠിനമായ പരിശീലനം നടത്തുകയും ടീമിലെ അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ മികച്ച ഫ്ലെക്സിബിലിറ്റിയാണ് കാഴ്ചവെക്കുന്നത്. ജിതേഷും നല്ല സംഭാവന നൽകി. അർഷ്ദീപ് കിടിലം പ്രകടനം നടത്തി. ഇന്നത്തേത് ശരിയായ കോമ്പിനേഷനാണെന്ന് തോന്നി. ടീമിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകളാണിത്. സഞ്ജുവിന് അവസരം ലഭിക്കാത്ത ടീമിനെയാണ് ശരിയായ കോമ്പിനേഷൻ എന്ന് സൂര്യകുമാർ യാദവ് വിശേഷിപ്പിച്ചത്. ഇതോടെയാണ് സഞ്ജുവിന് നാലാം T20യിലും അഞ്ചാം T20യിലും കളിക്കാൻ അവസരം ലഭിക്കില്ലെന്ന് പലരും വിലയിരുത്തുന്നത്. കഴിഞ്ഞ IPL ചാമ്പ്യന്മാരായ RCBക്ക് വേണ്ടി മാച്ച് വിന്നിംഗ് റോളിൽ തിളങ്ങിയ ജിതേഷിന് ഇനിയും അവസരങ്ങൾ നൽകാൻ കോച്ച് ഗൗതം ഗംഭീർ നിർബന്ധിതനാകും. അതുകൊണ്ട് തന്നെയാണ് ഓസീസിനെതിരെ അടുത്ത 2 T20 മത്സരങ്ങളിലും സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയായിരിക്കും വിക്കറ്റ് കീപ്പർ ബാറ്റർ സ്ഥാനത്ത് കളിക്കുക എന്ന് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. അടുത്ത 2 മത്സരങ്ങളിലും ജിതേഷ് തിളങ്ങിയാൽ സഞ്ജുവിന്റെ നില കൂടുതൽ പരിങ്ങലിലാകും. ഓസീസ് പര്യടനത്തിന് ശേഷം ഇന്ത്യയിൽ 2 അന്താരാഷ്ട്ര T20 പരമ്പരകൾ ഇനി വരാനുണ്ട്. ഡിസംബർ 9 മുതൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 5 T20 മത്സരങ്ങളുടെ പരമ്പര ആരംഭിക്കും. ജനുവരിയിൽ 5 T20 മത്സരങ്ങളിൽ പങ്കെടുക്കാനായി ന്യൂസിലാൻഡിന്റെ ടീമും ഇന്ത്യയിലെത്തും. ഏഷ്യാകപ്പിലെ സഞ്ജുവിന്റെ പ്രകടനം ഭേദപ്പെട്ടതായിരുന്നു. പിന്നാലെ നടന്ന ഓസീസ് പര്യടനത്തിൽ ആദ്യ 2 മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം ലഭിച്ചു. ആദ്യ മത്സരം മഴ കാരണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ സഞ്ജുവിന് ബാറ്റ് ചെയ്യാനായില്ല. ബാറ്റിംഗ് ഓർഡറിൽ 5-ാമതായിരുന്നു സ്ഥാനം. രണ്ടാം T20യിൽ 3-ാം നമ്പറിൽ ഇറങ്ങിയെങ്കിലും 4 പന്തിൽ നിന്ന് വെറും 2 റൺസ് മാത്രമാണ് സഞ്ജു നേടിയത്. ഇതോടെയാണ് 3-ാം മത്സരത്തിൽ ജിതേഷിന് അവസരം നൽകാൻ ഇന്ത്യൻ ടീം തീരുമാനിച്ചത്. അതേസമയം സഞ്ജുവിനെ വീണ്ടും ഓപ്പണിംഗ് റോളിൽ കളിപ്പിക്കാൻ ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. ഓപ്പണിംഗ് റോളിലേക്ക് തിരിച്ചെത്തിയ ശുഭ്മാൻ ഗില്ലിന് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല. അടിച്ചു തകർത്ത് കളിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഗില്ലിന് സ്ഥിരത പുറത്തെടുക്കാനും സാധിക്കുന്നില്ല. പവർ പ്ലേ മുതലാക്കാൻ ഗില്ലിന് കഴിയാത്തത് ഇന്ത്യൻ ടീമിന്റെ റൺ റേറ്റിനെയും കാര്യമായി ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഗില്ലിനെ മാറ്റി സഞ്ജുവിനെ വീണ്ടും ഇന്ത്യ ഓപ്പണർ ആക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത്. സഞ്ജുവിനെ ഓപ്പണിംഗ് റോളിലേക്ക് കൊണ്ടുവന്ന് ഗില്ലിനെ വൺ ഡൗണായോ 4-മനായോ കളിപ്പിക്കാമല്ലോ എന്നാണ് ആരാധകർ ഉയർത്തുന്ന ചോദ്യം. എന്നാൽ ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ ഇന്ത്യൻ ടീം എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള പരീക്ഷണങ്ങളാണ് ഗംഭീർ ഇന്ത്യൻ ടീമിൽ നടത്തുന്നത്. എന്തായാലും ജിതേഷിന് കൂടുതൽ അവസരങ്ങൾ ഇനി ലഭിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന്റെ മുന്നോട്ടുള്ള പോക്ക് അത്ര ശുഭകരമായിരിക്കില്ല.